സിനിമാ ഫ്രെയിമിലൂടെ ലോകപ്രശസ്തനായ മൈക്കൽ ഡഗ്ലസ് എറണാകുളത്തെ തെരുവിലൂടെ ഒരു സാധാരണക്കാരനായി നടന്നു. കൂടെ ഭാര്യ കാതറിൻ സീറ്റ ജോൺസും മക്കളായ ഡിലൻ ഡഗ്ലസും കാരിസ് സീറ്റയും. തികച്ചും സ്വകാര്യ സന്ദർശനത്തിൽ അതിലേറെ സാധാരണക്കാരനായിട്ടായിരുന്നു അവർ എറണാകുളം ജൂത സിനഗോഗിലെത്തിയത്. സിനഗോഗിൽ കുടുംബത്തിനൊപ്പം പ്രാർത്ഥന. കൊച്ചിയിലെ ജൂതനായ ഏലിയാസ് ജോസഫായി പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. നക്ഷത്ര കുടുംബത്തിന്റെ സാധാരണ സന്ദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാധ്യമപ്രവർത്തകനായ സിറാജ് കാസിം. വളരെ യാദൃശ്യമായാണ് ഞാനത് അറിഞ്ഞത്. വളരെ സ്വകാര്യമായ ഒരു സന്ദർശനമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം എത്തിയത്. മാർക്കറ്റിലെ തിരക്കിനിടയിലൂടെ സാധാരണക്കാരനായിട്ട് അദ്ദേഹം വന്നു. സിനഗോഗിലെ ജൂത പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കൗതുകത്തോടു കൂടി ചോദിച്ചറിഞ്ഞു. പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കെടുത്തു. അദോനായി മാല അദോനായി എന്നുള്ളൊരു പാട്ട് ഒരു ജൂത പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. അതുമാത്രമല്ല, അദ്ദേഹം ആ പ്രാർത്ഥനാ ഗീതം ചൊല്ലിയിട്ട് ഭാര്യയെയും മക്കളെയും അതിലേക്ക് ക്ഷണിച്ചു. കൊച്ചിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമാ സ്റ്റൈലിലായിരുന്നു ഡഗ്ലസിന്റെ മറുപടി. കൊച്ചി ആർക്കാണ് അറിയാത്തതെന്നാണ് അദ്ദേഹം കൂടി ചോദിച്ചത്. വളരെ ഇതായിട്ടുള്ള കൊച്ചിയെ പറ്റി കേട്ടിട്ടുള്ളൊരു ആളാണ്. പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹം കൊച്ചിയിൽ വരുന്നത്. കൊച്ചിയിലേക്ക് വീണ്ടും വരുമോ എന്ന ചോദ്യത്തിന് ഒരു ചിരി ഉത്തരമായി. ഇനി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. ഒരു ചിരിയിൽ അദ്ദേഹം ആ മറുപടി എല്ലാം ഒതുക്കി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സ്വീകരിച്ച ശേഷം തഞ്ചാവൂർ, കൂർഗ്, മാലിദ്വീപ് എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമായിരുന്നു ഡഗ്ലസും കുടുംബവും കൊച്ചിയിലെത്തിയത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.